പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ? നമ്മളെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലെ അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യാം, മാക്സിമം ആളുകളിലേക്ക് എത്തണം. മാക്സിമം ആളുകളിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇത് വരികയാണെങ്കിൽ അപ്പോഴാണ് മാക്സിമം ആളുകളിലേക്ക് എത്തുക. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മളൊരു കോച്ചിങ് സെന്റർ ആണ്. അപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യാണ് കോച്ചിങ് സെന്റർ ഫോർ ഇൻ കാലിക്കറ്റ്. അപ്പൊ കാലിക്കറ്റിലെ കോച്ചിങ് സെന്ററിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തുറന്നു വരും ഫസ്റ്റത്തേതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മളുടെ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ എത്തണം. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ സെർച്ച് എഞ്ചിന് ഒപ്റ്റിമൈസ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഒപ്റ്റിമൈസിങ് എ വെബ്സൈറ്റ്. വെബ്സൈറ്റ് എന്ത് ചെയ്യുക? ഒപ്റ്റിമൈസ് ചെയ്യാം. ഓർ ഓൺലൈൻ കണ്ടന്റ് ടു ഇംപ്രൂവ് ഇറ്റ്സ് വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം ആൻഡ് റാങ്കിങ് ഓൺ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് such as Google, Bing, Yahoo പോലുള്ള നമ്മുടെ വെബ്സൈറ്റ്. The goal of SEO is to attract more organic traffic to a website by ensuring it ranks higher for relevant search inquiries. More traffic ഉണ്ടാക്കാം, more organic traffic എന്ന പെയ്ഡ് ഇല്ലാത്ത ആളുകൾ ഇത് സെർച്ച് ചെയ്യണം. അപ്പോഴാണ് ട്രാഫിക് എന്താണ്? കൂടുതൽ ആളുകൾ ഈ വെബ്സൈറ്റിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ ഗൂഗിൾ ആഡ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോർ ട്രാഫിക് ഉണ്ടാക്കും. അതിന് പകരമായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ട്രാഫിക്കിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ അട്രാക്ട് ചെയ്യണം വെബ്സൈറ്റ് ബൈ എൻഷുറിംഗ് ഇറ്റ് റാങ്ക്സ് ഹയർ ഫോർ റിലവന്റ് സെർച്ച് എൻക്വയറീസ്. എല്ലാ റാങ്ക് എന്തായിരിക്കും? ഹയർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റിൽ വരും. വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് കോഴ്സ് ഇൻ കാലിക്കറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് അടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ആണ് വരുന്നതെങ്കിൽ അവ വീണ്ടും ആളുകൾ അതിൽ തന്നെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിന്റെ പ്രോസസ് ആണ് പറയുന്നത്. പ്രോസസ് ഓഫ് SEO. ഒന്ന്, keyword search. The first step in SEO is identifying relevant keyword that users might use to search for the content, product or service you offer. നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനുള്ള കീവേഡുകൾ ഉണ്ടോ? ഓക്കെ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് അതൊരു കീവേഡ് ആണ്. അപ്പം അതുപോലുള്ള ഐഡന്റിഫൈ നമ്മുടെ കമ്പനിയുടെ കീവേഡുകൾ ബെസ്റ്റ് ആയിരിക്കണം, റിലവന്റ് ആയിട്ടുള്ള കീവേഡ് ആയിരിക്കണം അതിന് കൊടുക്കേണ്ടത്. കീവേഡ് ടൂൾസ് ലൈക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ, സെംബ്രഷ്, അങ്ങനെ കുറെ സൈറ്റുകൾ ഉണ്ട്. ഇതിലൂടെ എന്ത് ചെയ്യും? യൂസ്ഡ് ടു ഫൈൻഡ് ഹൈ ട്രാഫിക് കീവേഡുകൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ഇതുപോലുള്ള കീവേഡ് പ്ലാനർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും? ആ കീവേഡുകൾ നമ്മൾ കൊടുത്ത് നമ്മളെ വെബ്സൈറ്റിന്റെ കീവേഡ് അതാണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫസ്റ്റിൽ വരും. നമ്മൾ അതൊന്നും നോക്കാതെ വെറുതെ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ കൂടുതൽ ആളുകൾ അത് നോക്കണം എന്നില്ല. ഇനി ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. ദിസ് ഇൻവോൾവ്സ് ഒപ്റ്റിമൈസിങ് ഇൻഡിവിജ്വൽ പേജസ് ഓൺ യുവർ വെബ്സൈറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ് ടു സെർച്ച് എഞ്ചിൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇൻഡിവിജ്വൽ പേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഓൺ യുവർ വെബ്സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിനിൽ മോർ അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും അട്രാക്റ്റീവ് ആകുമ്പോഴാണ് കൂടുതൽ ആളുകൾ അതിലേക്ക് വരുള്ളൂ. ഓക്കെ, ഒന്ന് ടൈറ്റിൽ ടാഗ്സ് ഇൻക്ലൂഡിംഗ് റിലവന്റ് കീവേഡ് ഇൻ ദ പേജ് ടൈറ്റിൽ. പേജ് ടൈറ്റിലിൽ റിലവന്റ് ആയിട്ടുള്ള കീവേഡുകൾ യൂസ് ചെയ്യണം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ക്രാഫ്റ്റിംഗ് കമ്പയറിംഗ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടു എൻകറേജ് ക്ലിക്സ്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിൽ കമ്പയർ ചെയ്യണം. മെറ്റ നമുക്കറിയാം, ഫേസ്ബുക്ക് ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം ഒക്കെ മെറ്റയുടെ ഹെഡേഴ്സ്. സ്ട്രക്ചർ ഇൻ ദ കണ്ടന്റ് യൂസിങ് പ്രോപ്പർ ഹെഡർ ടാഗ്. പ്രോപ്പർ ഹെഡർ ടാഗ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. URL structure using descriptive and SEO friendly URLs. അതിന്റെ വെബ്സൈറ്റിനൊരു അഡ്രസ് ഉണ്ടാവുമല്ലോ, www. ആ URL എന്തായിരിക്കണം? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതും SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്റേണൽ ലിങ്കിങ് ടു അതർ റിലവന്റ് പേജ് വിത്തിൻ യുവർ വെബ്സൈറ്റ്. നമ്മളെ വെബ്സൈറ്റ് എന്താണ്? മറ്റു റിലവന്റ് പേജായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം. നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യാം? നമ്മളെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക, നമ്മളെ ഫേസ്ബുക്ക് ആയിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ക്രിയേറ്റിംഗ് ഹൈ ക്വാളിറ്റി ഇൻഫോർമേറ്റീവ് ആൻഡ് എൻഗേജിങ് കണ്ടന്റ് ഈസ് എസെൻഷ്യൽ ഫോർ SEO. നമ്മളെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് എന്തായിരിക്കണം? ഹൈ ക്വാളിറ്റി ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, എൻഗേജിങ് കണ്ടന്റ് ആയിരിക്കണം. ദിസ് ഇൻക്ലൂഡ് ബ്ലോഗ് പോസ്റ്റ്, ആർട്ടിക്കിൾസ്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, വീഡിയോസ്, അതർ കണ്ടന്റ് ടൈപ്സ്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം കണ്ടന്റ്. ഇനി ടെക്നിക്കൽ SEO. Technical SEO ensures that website is structured in a way that search engine can crawl and index it easily. നമ്മുടെ വെബ്സൈറ്റ് സ്ട്രക്ചേർഡ് ആയിരിക്കണം, അത് സെർച്ച് എഞ്ചിന് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതായിരിക്കണം. സൈറ്റ് സ്പീഡ് ഒപ്റ്റിമൈസ്, നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പീഡ് വളരെ സ്പീഡ് ആയിരിക്കണം. മൊബൈൽ ഫ്രണ്ട്ലിനെസ് ആയിരിക്കണം, നമ്മുടെ ഡിവൈസിലും മൊബൈൽ ഡിവൈസിലും ഇത് ലഭിക്കണം. നമ്മുടെ സൈറ്റ് XML സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ആൻഡ് സബ്മിറ്റിംഗ് എ സൈറ്റ് മാപ്പ് ടു സെർച്ച് എഞ്ചിൻ ഫോർ ബെറ്റർ ഇൻഡെക്സിങ്. നമ്മൾ എന്ത് ചെയ്യണം? സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ട്
നമ്മളെ ഇതിൽ കൊടുക്കണം. സെർച്ച് എഞ്ചിൻ ഫോർ ബെറ്റർ ഇൻഡെക്സിങ്. റോബോട്ട് ടെക്സ്റ്റ് ensuring search engine can access the important page and content of the site. സെർച്ച് എഞ്ചിനിൽ ഇമ്പോർട്ടന്റ് പേജും കണ്ടന്റും സെർച്ച് ചെയ്യാൻ ആക്സസ് ആയിരിക്കണം. ഫിക്സിംഗ് ബ്രോക്കൺ ലിങ്ക്. ഐഡന്റിഫൈ ആൻഡ് ഫിക്സ് എനി ബ്രോക്കൺ ലിങ്ക്സ് ഓർ ഫോർ നോട്ട് ഫോർ ഇറർ. നമ്മളൊക്കെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഫോർ നോട്ട് ഫോർ ഇറർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ പ്രശ്നം നമ്മൾ ഫിക്സ് ചെയ്യണം. ഇനി ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ഓഫ് പേജ് SEO refers to action taken outside the website to improve its ranking. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ആ പേജിൽ വെബ്സൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓഫ് പേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്സൈഡ്. ദ മോസ്റ്റ് കോമൺ ഓഫ് പേജ് സ്ട്രാറ്റജി ഈസ് ലിങ്ക് ബിൽഡിംഗ്. ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഓഫ് പേജ് സ്ട്രാറ്റജി നമ്മൾ ലിങ്ക് ബിൽഡ് ചെയ്യുക, വിച്ച് ഇൻവോൾവ്സ് ഗെറ്റിംഗ് ഹൈ ക്വാളിറ്റി ബാക്ക് ലിങ്ക് ഫ്രം റെപ്യൂട്ടബിൾ സൈറ്റ്. റെപ്യൂട്ടബിൾ സൈറ്റിൽ നമ്മൾ ബാക്ക് ലിങ്ക് കൊടുക്കുക. നമ്മൾ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു വെബ്സൈറ്റിലൊക്കെ ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് ക്ലിക്ക് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഉണ്ടാകും. Other off-page strategy include social media marketing, influencer outreach, online brand mention, social media marketing ഇൻഫ്ലുവൻസറിലൂടെയൊക്കെ നമ്മൾ ഔട്ട്റീച്ച് പുറത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് എത്തിക്കുക. നമ്മുടെ കമ്പനിയുടെ ഇത് എത്തിച്ചാൽ തന്നെ വെബ്സൈറ്റ് ആളുകൾ ചെക്ക് ചെയ്യും. ലോക്കൽ SEO. ലോക്കൽ SEO ഫോക്കസ് ഒപ്റ്റിമൈസ് യുവർ വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഇൻ ലോക്കൽ സെർച്ച് റിസൾട്ട്. ലോക്കൽ സെർച്ച് റിസൾട്ടിലൂടെ നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യുക, ഹയർ റാങ്കിൽ എത്തിക്കാം. നമ്മൾ SEO എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയും മനസ്സിലാക്കി വെക്കണം. നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇന്ന കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് ഫസ്റ്റ് വരണം. അപ്പോഴാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ആളുകൾ വരിക. ഓക്കെ, അപ്പം ലോക്കൽ സെർച്ച് റിസൾട്ടിലൂടെ ഹയർ റാങ്ക് വരുത്തുക. ഗൂഗിൾ മൈ ബിസിനസ് ഒപ്റ്റിമൈസേഷൻ, ലോക്കൽ സൈറ്റേഷൻ. ഓക്കെ, ലോക്കൽ സൈറ്റേഷൻ കോഴിക്കോട് എന്ന് കാണുമ്പോൾ കോഴിക്കോടിലെ ബെസ്റ്റ് IT സൊല്യൂഷൻ എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ അതെന്ത് ചെയ്യണം, അത് നമ്മൾ സൈറ്റേഷൻ ചെയ്യണം. എൻകറേജിങ് കസ്റ്റമർ റിവ്യൂസ് ആൻഡ് പോസിറ്റീവ് റേറ്റിംഗ്. കസ്റ്റമറെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ എടുപ്പിക്കണം. പോസിറ്റീവ് റേറ്റിംഗ്. ക്രിയേറ്റിംഗ് ലൊക്കേഷൻ ബേസ്ഡ് കണ്ടന്റ്. ഓരോ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം കണ്ടന്റ് ഇടേണ്ടത്. ഓക്കെ, മോണിറ്ററിംഗ് ആൻഡ് അനലറ്റിക്സ്. ഇടയ്ക്കിടയ്ക്ക് വളരെ കൃത്യമായിട്ട് സക്സസ് അതിന്റെ അനാലിസിസ് നടത്തണം, അത് മോണിറ്റർ ചെയ്യണം. റോൾ ഓഫ് SEO ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ SEOന്റെ റോൾ എന്ത്? ഒന്ന്, ഇൻക്രീസ്ഡ് വിസിബിലിറ്റി. വെബ്സൈറ്റ് നമ്മൾ ഫസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, ടോപ്പ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത്, കൂടുതൽ ആളുകളിലേക്ക് വിസിബിലിറ്റി ഉണ്ടാവും. നമ്മളൊരു കാര്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന കാര്യം സെർച്ച് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉള്ളതാണ് കൂടുതൽ ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുക. അപ്പൊ അതിലൂടെ വെബ്സൈറ്റ് വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിലൂടെ എന്ത്, കൂടുതൽ ആളുകളിലേക്ക് വിസിബിലിറ്റി വരിക. ഇൻക്രീസ്ഡ് വിസിബിലിറ്റി മീൻസ് മോർ ട്രാഫിക്. വിസിബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ മോർ ട്രാഫിക്, എല്ലാവരും ആ വെബ്സൈറ്റിൽ, അപ്പൊ അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവും. ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമർ ക്യാൻ ഫൈൻഡ് ദ വെബ്സൈറ്റ്. അതിലൂടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ത് ചെയ്യും, വെബ്സൈറ്റ് ഫൈൻഡ് ചെയ്യും. ഹയർ ഓർഗാനിക് ട്രാഫിക്. മറ്റതൊക്കെ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ളുണ്ട്. ഇത് പെയ്ഡ് അല്ലാതെ ഓർഗാനിക് ആയിട്ട് ലഭിക്കുന്ന ട്രാഫിക് ആണ്. ഓർഗാനിക് ട്രാഫിക് ഈസ് ഹൈലി വാല്യുബിൾ ആണ്, ബിക്കോസ് ഇറ്റ് ഓഫൻ ലീഡ്സ് ടു ഹയർ എൻഗേജ്മെന്റ് ആൻഡ് കൺവേർഷൻ. കാരണം പെയ്ഡ് ആകുമ്പോൾ നമ്മൾ പരസ്യം കണ്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. മറ്റേത് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതിന് ഓർഗാനിക് ആണ്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ബിൽഡിംഗ് ബ്രാൻഡ് അതോറിറ്റി. ഇതിലൂടെ എന്ത് ചെയ്യും, നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യും, മോർ അട്രാക്റ്റീവും അതേപോലെ തന്നെ അതിലൂടെ എന്ത് ചെയ്യും, അതോറിറ്റേറ്റീവ്, ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് യൂസേഴ്സിന് ട്രസ്റ്റ് വർത്തി ഉണ്ടാവും. നമ്മൾ ഫസ്റ്റിൽ തന്നെ കാണാം, അപ്പൊ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്, യൂസറിന് ബെറ്റർ എക്സ്പീരിയൻസ് ഇതിലുണ്ടാവും. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇംപ്രൂവിങ് ദ യൂസർ എക്സ്പീരിയൻസ്. ഓക്കെ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെ യൂസറിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. എ ഫാസ്റ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആൻഡ് ഈസി ടു നാവിഗേറ്റ് വെബ്സൈറ്റ് എൻഹാൻസ് ഓവറോൾ യൂസർ എക്സ്പീരിയൻസ്. മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈ പെട്ടെന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ അത് യൂസറിന്റെ എക്സ്പീരിയൻസ് ഇൻക്രീസ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഇതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഒന്നാണ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ റിസൾട്ട് ഉണ്ടാവും. ഹയർ റിസൾട്ടൂടെ മറ്റു പല കമ്പനിയായിട്ട് കോമ്പറ്റീറ്റീവ്ലി ബെസ്റ്റ് ആയിട്ട് എഡ്ജ് ആയിട്ടുള്ളതാണ് കാണാം. ലോങ് ടേം ഗ്രോത്ത്, ഇത് ലോങ് ടേമിലേക്കാണ് ഇതിന്റെ ഗ്രോത്ത് ഉണ്ടാകുക. മറ്റേത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഒരു പരസ്യമായിട്ട് ഒരു മാസത്തേക്കൊക്കെ അതിലൂടെ ഗ്രോത്ത്, ഇതെന്താണ് ലോങ് ടേമിലേക്കുള്ളതാണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് SEO. ഒന്ന്, ഓൺ പേജ് SEO. രണ്ട്, ഓഫ് പേജ് SEO. ഓൺ പേജ് SEO എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ഡയറക്ട്ലി ഓൺ വെബ്സൈറ്റ് ടു ഇംപ്രൂവ് ഇറ്റ്സ് റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എന്ത് പറയാം, ഓൺ പേജ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസിംഗ് കണ്ടന്റ്, മെറ്റാഡാറ്റ, ഇമേജസ്, അതർ പേജ് എലമെന്റ് ഫോർ ബോത്ത് സെർച്ച് എഞ്ചിൻ ആൻഡ് യൂസേഴ്സ്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കീവേഡ് ഒപ്റ്റിമൈസേഷൻ, ഹെഡർ ടാഗ്, കണ്ടന്റ് സ്ട്രക്ചർ, ഇന്റേണൽ ലിങ്കിങ്, മെറ്റാ ടാഗ്, URL സ്ട്രക്ചർ നമ്മൾ മുകളിൽ പറഞ്ഞു. ഈ ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഔട്ട്സൈഡിൽ നിന്ന്
നമ്മളെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അത് വെബ്സൈറ്റിന്റെ റെപ്യൂട്ടേഷനും അതോറിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റു ലിങ്ക് ബിൽഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെ, ഗസ്റ്റ് ബ്ലോക്കിങ്ങിലൂടെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ബ്രാൻഡ് മെൻഷൻ അക്രോസ് ദ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ് അഡ്രസ് എന്ത് ചെയ്യാണ്, ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെബ്സൈറ്റ് സന്ദർശിക്കും, അതിലൂടെ എന്ത് ചെയ്യും, കുറച്ച് ആളുകൾ ഈ വെബ്സൈറ്റിൽ വന്ന് സന്ദർശിക്കും. അതിനെന്ത് പറയാം, ഓഫ് പേജ് SEO എന്ന് പറയാം. ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡിൽ ബാക്ക് എൻഡ് സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ വരുത്തുക. ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് പറഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഫ്രണ്ട് എൻഡ് എന്ന്. ബാക്ക് എൻഡ് പറഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ വെബ്സൈറ്റ് ക്രിയേഷനും HTTPS സൈറ്റ് സ്പീഡും അതൊക്കെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സൈറ്റ് സ്പീഡ്, മൊബൈൽ ഒപ്റ്റിമൈസേഷൻ, സെക്യൂർ വെബ്സൈറ്റ്, സ്ട്രക്ചേർഡ് ഡാറ്റ, ഈ കാര്യങ്ങളൊക്കെ. ലോക്കൽ SEO പറഞ്ഞാൽ ലോക്കൽ SEO എന്ന് പറയുമ്പോൾ ഒപ്റ്റിമൈസിംഗ് വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഫോർ ലൊക്കേഷൻ ബേസ്ഡ് സെർച്ച്. ലൊക്കേഷൻ ബേസ്ഡ് സെർച്ച് നമ്മൾ പറഞ്ഞു, കാലിക്കറ്റ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കൊച്ചി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നൽകുന്ന സ്ഥാപനം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. e-commerce SEO എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഇംപ്രൂവിംഗ് ദ സെർച്ച് എഞ്ചിൻ റാങ്കിങ് ഓൺലൈൻ സ്റ്റോർ ടു ഡ്രൈവ് ഓർഗാനിക് ട്രാഫിക് ആൻഡ് സെയിൽസ്. ഓർഗാനിക്കിലൂടെ ആ വെബ്സൈറ്റിൽ ട്രാഫിക് ഉണ്ടാക്കുക, അതിലൂടെ സെയിൽ ഉണ്ട്. ഈ ട്രാഫിക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, ട്രാഫിക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് എല്ലാവരും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇതിന്റെ സജഷൻ പോകും. അങ്ങനെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരും. ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രൊഡക്റ്റ് പേജ് ഒപ്റ്റിമൈസേഷൻ, റിവ്യൂസ്, ഇതിലൂടെയൊക്കെയാണ് ഇതുണ്ടാവും. മൊബൈൽ SEO എന്ന വെബ്സൈറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ മൊബൈൽ യൂസേഴ്സ്. മൊബൈൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, വിച്ച് ഈസ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു റൈസ് ഇൻ മൊബൈൽ സെർച്ചസ്. കൂടുതൽ ആളുകൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസീവ് ഡിസൈൻ, ഫാസ്റ്റ് ലോഡിംഗ് ടൈം ഓൺ മൊബൈൽ ഡിവൈസസ്, ഈസി ടു റീഡ് കണ്ടന്റ് ആൻഡ് സ്മോളർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ മൊബൈൽ ഡിവൈസിൽ ഓപ്പൺ ചെയ്യാൻ കഴിയണം, ഈസി ടു റീഡ് കണ്ടന്റ് ആയിരിക്കണം. വോയിസ് സെർച്ച് ഒപ്റ്റിമൈസേഷൻ, അലക്സ, സിറി, ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ള കാര്യങ്ങളാണ് വോയിസ് സെർച്ച് SEO എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലുള്ള കണ്ടന്റ്, അതിന്റെ സ്ട്രക്ചറിലുള്ള മാറ്റം ചെയ്യുന്നതിന് എന്ത് പറയാം, ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓഫ് പേജ് എന്ന് പറയാൻ റെഫേഴ്സ് ടു ആക്ടിവിറ്റി ഔട്ട്സൈഡ് ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിന്റെ ഔട്ട്സൈഡിൽ നിന്ന് ബ്രാൻഡിന്റെ അതോറിറ്റി റെപ്യൂട്ടേഷനും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യം കൊടുക്കുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഫോക്കസ് ഏരിയ കണ്ടന്റ്, HTML കോഡ് ആൻഡ് വെബ്സൈറ്റ് എലമെന്റ്, അതിന്റെ സ്ട്രക്ചറിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ഓഫ് പേജിൽ പറഞ്ഞാൽ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ്, ബാക്ക് ലിങ്ക്സ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ മെൻഷൻസ്, ഈ കാര്യങ്ങളൊക്കെ. ഇനി ടെക്നിക്സ് ഇൻവോൾവ് കീവേഡ് സെർച്ച് ആൻഡ് കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, കീവേഡ് സെർച്ച്, കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ, കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, കീവേഡ് റിസർച്ച്, അത് പുതിയ നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ് റിസർച്ച് നടത്തിയിട്ട് അത് കൊടുക്കുക. URL സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുക, ഇന്റേണൽ ലിങ്കിങ്, യൂസർ എക്സ്പീരിയൻസ് ഒക്കെ. ഇതിലെന്ന് പറയുന്നത് ഓഫ് പേജിൽ ബാക്ക് ലിങ്ക് ബിൽഡിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, നമ്മൾ മറ്റു വെബ്സൈറ്റ് ലിങ്ക് ചെയ്യുക, ബാക്ക് ലിങ്ക് ബിൽഡിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗസ്റ്റ് ബ്ലോക്കിംഗ്, ഗസ്റ്റ് വന്നിട്ട് ബ്ലോക്ക് ചെയ്യുക, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഓൺലൈൻ റിവ്യൂസ് ആൻഡ് മെൻഷൻസ്. ഇനി കൺട്രോൾ ആൻഡ് ഇമ്പാക്ട്, ഫുൾ കൺട്രോൾ ബൈ ദ വെബ്സൈറ്റ് ഓണറിന്റെ കയ്യിലാണ് ഇതിന്റെ കൺട്രോൾ ഉള്ളത്. ഓക്കെ, ആരാണോ വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് അയാൾക്ക് ചേഞ്ച് ആവുക. ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട്, ഡയറക്റ്റും ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഇതിലൂടെ ഉണ്ടാവും. എന്നാൽ ഇത് ലിമിറ്റഡ് കൺട്രോൾ ആണ് നമ്മുടെ ഓഫ് പേജ് ഒപ്റ്റിമൈസേഷനിൽ. അതിന് പ്രധാന കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇമ്പാക്ട് ടേക്സ് ലോങ്ങർ, ഇമ്പാക്റ്റിനാണെങ്കിൽ ലോങ്ങർ ആയിട്ടുള്ള കാര്യങ്ങൾ ലോങ്ങറിലേ ഉണ്ടാവുള്ളൂ ടു മെറ്റീരിയലൈസ്. ഗോൾ ടു മേക്ക് ദ വെബ്സൈറ്റ് സ്ട്രക്ചർഡ്, റിലവന്റ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഫോർ സെർച്ച് എഞ്ചിൻ ആൻഡ് യൂസേഴ്സ്. യൂസേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, റിലവന്റ് ആയിട്ടുള്ള രീതിയിൽ, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് വെബ്സൈറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ടു ഇൻക്രീസ് ഡൊമൈൻ അതോറിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് ഓവറോൾ റെപ്യൂട്ടേഷൻ. ഡൊമൈനിലെ അതോറിറ്റി, ട്രസ്റ്റ് വർത്തിനെസ്, ഓവറോൾ റെപ്യൂട്ടേഷൻ. നമ്മുടെ എനിക്കൊരു കമ്പനി ഉണ്ട്, എന്റെ കമ്പനിയുടെ പരസ്യം മറ്റു പലരും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിലൂടെ ആളുകൾ വിശ്വസിച്ച് വരും. അങ്ങനെയാണ് നമ്മൾ ഓഫ് പേജ് എന്ന് പറയുന്നത്. മറ്റേത് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി എക്സാമ്പിൾ, യൂസിങ് കീവേഡ് ഇൻ ടൈറ്റിൽ കീവേഡിൽ കീവേഡ് യൂസ് ചെയ്യുക, ഹെഡിങ്ങിലും കണ്ടന്റ്. ഒപ്റ്റിമൈസ് ഇമേജ് വിത്ത് ഓൾട്ട് ടെക്സ്റ്റ്. ഓക്കെ, നല്ല ഇമേജ് വളരെ കൃത്യമായിട്ട് കൊടുക്കണം. എൻഹാൻസ് സൈറ്റ് നാവിഗേഷൻ എൻഹാൻസ് ചെയ്യണം. ഇനി പ്രൊമോട്ടിംഗ് കണ്ടന്റ് ഓൺ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എൻകറേജിങ് റിവ്യൂ, ടൈം ടു സീ റിസൾട്ട്, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും ഓൺ പേജ് ഒപ്റ്റിമൈസേഷനിൽ. എന്നാൽ ലോങ്ങർ ടൈം എടുക്കും ഇതിൽ ഓഫ് പേജിൽ ഉണ്ടായിരിക്കാൻ, സെവറൽ മന്ത് ഒക്കെ ചിലപ്പോൾ എടുക്കും. ഇമ്പോർട്ടൻസ്, എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് എ സ്ട്രോങ് SEO ഫൗണ്ടേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് എ സ്ട്രോങ് SEO ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ
അതൊരു എസെൻഷ്യൽ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്രിട്ടിക്കൽ ഫോർ ബൂസ്റ്റിംഗ് അതോറിറ്റി, എ ക്രെഡിബിലിറ്റി ടു റാങ്ക് വെൽ ഫോർ കോമ്പറ്റീറ്റീവ് കീവേഡ്. കോമ്പറ്റീറ്റീവ് കീവേഡിൽ ഒരു ക്രെഡിബിലിറ്റിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, പക്ഷെ അതിന് ടൈം എടുക്കും. ഓക്കെ, നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആളുകൾ കണ്ട് നമ്മളതിലേക്ക് കൂടുതൽ ആളുകൾ വരണമെങ്കിൽ കുറേ ടൈം എടുക്കും നമുക്കറിയാം. എന്നാൽ ഇതിന്റെ കണ്ടന്റ്, അതിന്റെ മെറ്റീരിയൽ, അതിന്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എന്ത് ചെയ്യും, അതിലൂടെ കൂടുതൽ ആളുകൾ പെട്ടെന്ന് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.